ഹലോ ഒരുവൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. 2 ദിവസം കഴിഞ്ഞ ആ മന്തി കഴിക്കേണ്ട വീഡിയോ ഇല്ലേ, മന്തി കഴിക്കേണ്ട വീഡിയോ ഒക്കെ എത്തിയാൽ 2 ദിവസം, അതായത് ഇന്ന് വരിക നാളെ കഴിയാൻ പറ്റുന്ന രാവിലെ പോവുക എന്ന രീതിക്ക് വീട്ടിലേക്ക് വന്ന ഞാനാണ്. 2 ദിവസം എന്ന് പറയുന്നത് ഒരാഴ്ചയായി. ഇന്ന് പോകാം, ഇപ്പം പോകാം, ഉച്ചയ്ക്ക് പോകാം, വൈകിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇരുന്നി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 രുന്ന് ഒരാഴ്ചയായി. ഞാൻ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടക്കണില്ല, സമ്മതിക്കണില്ല, പോകാൻ പറ്റണില്ല. എന്തൊക്കെയാണോ എന്തോ. സാധാരണ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരാനാണ് പാട്, ഇതപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പാട്. ഹോ എന്തൊരു ഗതിയാണോ എന്തോ. ഓക്കെ, എന്തായാലും അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളത് ബാഗൊന്നും ഇല്ല, ജസ്റ്റ് പെട്ടെന്ന് വന്ന പോക്കല്ലേ. ഈ കോലത്തിൽ നമ്മൾ ഇതിൻ്റെ ആ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. കാരണം ഈ ഡ്രസ്സ് അവിടെ ചെല്ലുമ്പോൾ എന്ത് വരുമോ കണ്ടറിയാം. ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. പലരും ബ്ലോക്കിൽ പെട്ടിരിക്കുന്ന സ്റ്റോറി സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. പിന്നെ എറണാകുളത്ത് നിന്നിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ ട്രാവലിന് ശേഷം നമ്മൾ എത്തിയിരിക്കാൻ സുഹൃത്തുക്കളെ നമ്മുടെ 2ാമത്തെ വീട്ടിൽ. ഇതിനകത്ത് ലഗേജൊക്കെ ഇറക്കട്ടെ. ഒന്നുമില്ല, ലഗേജായിട്ട് പറയാൻ ഒന്നുമില്ല. എൻ്റെ ഈ ഇതൊക്കെ അല്ലേ, ഒരു 3 ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയിരുന്നു. അത് അയ്യോ ഇളകിപ്പോൾ. ഡ്രസ്സ് കൊണ്ടുപോയി, പിന്നെ ചെരുപ്പ്, ക്രോക്സ്, വീട്ടിലിരുന്ന ക്രോക്സ്, അത്രയേ ഉള്ളൂ. കാണാമോ കാണാമോ ഹൈ 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 ഹൈ. ക്രിസ്മസിൻ്റെ ഒന്നും പോയില്ലല്ലേ. സന്തോഷമായിട്ട് മാറ്റില്ല, സമയം കിട്ടില്ലെന്ന്. സ്റ്റാറൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്, ഒന്നും എടുത്ത് മാറ്റില്ല. അതിൻ്റെ ഷൂ കൂടെ കിടപ്പുണ്ട്. എന്തിനാണ് കൊറിയർ എന്താ വന്നിരിക്കണല്ലോ. കാണാമോ കൊറിയർ, എന്തിനാണ് കൊറിയർ? ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ. ഇത് സന്തോഷേട്ടൻ്റെയാണോ? എൻ്റെ പേരിലാണല്ലോ. നോക്കട്ടെ, ഇതെല്ലാം കൂടെ പിടിച്ച് നടക്കല്ലേ. ഇതിനകത്തായിട്ട് എന്തായാലും നോക്കട്ടെ, അൺബോക്സ് ചെയ്ത് നോക്കട്ടെ എന്താണെന്നുള്ളത്. ഗൈസ്, ഇത് സത്യം പറയാനല്ല, ഇത് ഞാൻ ഓർഡർ ചെയ്തതൊന്നുമല്ല. ഇത് 2 പാക്കറ്റ് എന്തോ ആണ് ഇതിരിക്കുന്നത്. എനിക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ഇത് ഞാൻ ഓർഡർ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. സന്തോഷേട്ടൻ ഓർഡർ ചെയ്തത്, എൻ്റെ പേരാണ് സാധനം കിടക്കുന്നത്. പക്ഷേ ഇതിവിടെ എങ്ങനെ വന്നിരുന്നത് എന്തോ യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ ട്രൈപ്പോഡ് ഇല്ല, ട്രൈപ്പോഡിൻ്റെ സാധനം ഒടിഞ്ഞു പോയി കാരണം നടക്കില്ല. ഇവിടെ എവിടെയെങ്കിലും വെച്ച് നോക്കട്ടെ, വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം. ആമസോണിൻ്റെ എന്തോ പാക്കറ്റാണ്. എന്നാലും ഇത് ആരായിരിക്കും അയച്ചത്? നിങ്ങൾ ആരെങ്കിലും അയച്ചാൽ ഒന്ന് പറയണേ, പ്ലീസ് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയണേ. ഞാനിപ്പോൾ ട്രൈപ്പോഡിൻ്റെ കാര്യം പറഞ്ഞതില്ല. ഇതേ ട്രൈപ്പോഡിൽ വെക്കുന്ന മറ്റേ ക്യാപ്പ് സംഭവം. ഇത് ഞാൻ എന്തോ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ട്രൈപ്പോഡിന് എന്തോ ഒരു കേസ് പറഞ്ഞപ്പോൾ ഞാൻ ലൈവിൽ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്, ഒടിഞ്ഞു പോയെന്നുള്ളത്. മറ്റേ മുകളിൽ വെക്കുന്ന സാധനം ഇതെൻ്റെ കാണുന്നില്ലായിരുന്നു. എവിടെ പോയി, മിസ്സായിപ്പോയി. എവിടെ പോയി എന്താണെന്ന് എനിക്കറിയത്തില്ല. കൈ പെയിൻ്റൊക്കെ ഈ സാധനം ഉണ്ടോ? ഈ സാധനമുണ്ട്. പിന്നെന്തുവാ, പിന്നെ ഉലാൻസിയുടെ ട്രൈപ്പോഡ്. പക്ഷേ എനിക്ക് തന്നെ എന്നെ അറിയാവുന്ന ആരോ, എന്നെ നല്ലപോലെ അറിയാതെ, എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന ആരോ എനിക്ക് സർപ്രൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ സംഭവം. ഇത് ആരാന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ് എനിക്കൊരു മറ്റൊരു ഇത്. ആരാണ് പ്ലീസ് എനിക്ക് പേഴ്സണലി വീഡിയോ വരുമ്പോഴത്തേക്കും പേഴ്സണലി വിളിച്ച് പറയുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുക. ആരാണേലും പ്ലീസ്. അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. എന്നെ നല്ലവരും അറിയാവുന്ന, എൻ്റെ ട്രൈപ്പോഡ് ഒടിഞ്ഞ കഥയൊക്കെ അറിയാവുന്ന ഒരാളാണ്. അല്ലാണ്ട് ഒരാളും എനിക്കിങ്ങനെ ചെയ്തു തരാൻ സാധ്യതയില്ല. ഹായ്, ഉലാൻസിയുടെ ട്രൈപ്പോഡ് കാണാമോ? ഇതെന്താ? ഹായ് ട്രൈപ്പോഡ്. ഇത്രയുള്ള ഇത്രയേ ഉള്ളൂ? ഇത്രയല്ല, ഇത്രയല്ല ഗൈസ് ഉലാൻസിയുടെ സാധനം. ഇതൊന്നുമില്ല. ഇതേ
ഐസ് ഇത് ആരാണ് ഓർഡർ ചെയ്തത് ആരാണെങ്കിലും എനിക്കൊന്നും പറയുന്നത് നമുക്ക് പറ്റിയ സൈസല്ല, ഇങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതെനിക്ക് പറ്റൂല, കുറച്ചുകൂടെ നീട്ടം വേണം നമുക്ക്. കണ്ടോ, ഇത്രയും മീറ്ററൊന്നും പോരാ. ആരാണെങ്കിലും ജസ്റ്റ് എനിക്ക് എന്തായാലും ഒന്ന് ഇൻബോക്സിൽ എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കുക. എനിക്ക് അത്രയും ഹെൽപ്ഫുള്ളായിട്ട് ചെയ്ത ആളാണ്, എനിക്കറിയാം. പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച സംഭവമല്ല. കുറച്ചുകൂടെ എനിക്കൊരു ഹൈറ്റ് വേണം, എന്നാലേ ഇത് പരിപാടി നടക്കത്തുള്ളൂ. നമ്മളെ മറ്റേ ഓരോ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നിടത്തേക്കേ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടെങ്കിലേ പരിപാടി നടക്കത്തുള്ളൂ. എങ്ങനെയാണ് ഇത് പറ്റൂലടാ, റിട്ടേൺ ചെയ്യണം. ഇത് സൈസ് പറ്റൂല, ഈ സൈസൊക്കെ പറ്റി കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ. ആരാണെങ്കിലും ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, സർപ്രൈസ് ചെയ്യുന്നവർക്ക് സർപ്രൈസ് തേഞ്ഞൊട്ടിപ്പോയ അവസ്ഥയാണ്. ബട്ട് പറ്റൂല. അയ്യോ, ഇതൊരുമാതിരി പരിപാടിയപ്പോഴല്ല ആരാണെങ്കിലും. പക്ഷേ ഇത് നമുക്ക് ആ ഹൈറ്റ് പോരാ, അതുകൊണ്ടാണ് സംഭവം. ആ ഹൈറ്റ് അത്രയും പോരാ, അത്രയും അല്ല നമുക്ക്. അത് കുഞ്ഞിക്കൻ ട്രൈപ്പോഡായിപ്പോയി. ഞാൻ കുറ്റം പറയുന്നല്ല കേട്ടോ കേസ്, ഞാൻ സത്യത്തിൽ കുറ്റം പറയുന്നതല്ല, നമുക്കത് ഉപയോഗം വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞാണ്. ആരാണെങ്കിലും ജസ്റ്റ് ഇൻബോക്സ്. ഓക്കെ, ഞാൻ ഇന്ന് കുളിച്ചിട്ടൊക്കെ കേട്ടോ, മേത്ത് മൊത്തം പൊടി. ഗൈസ് അങ്ങനെ ഞാൻ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നേരെ ഫോറം മാളിലേക്ക് വന്നു. ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു, ആരെങ്കിലും പടത്തിന് വരുന്നുണ്ടെങ്കിൽ കൊച്ചിയിലാണെന്നും പറഞ്ഞാൽ സ്റ്റോറി ഇട്ടപ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് പോന്നു. ഏത് പടത്തിനെ കൂടെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും? വയ്ക്കാതെ ഇപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾ ഗസ് ചെയ്താണ്. പക്ഷേ ഇവിടെ ആദ്യം പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് വന്നതിന് ശേഷം ഇവിടെ എന്തായാലും സെയിൽ നടക്കുമല്ലേ, എവിടെയെങ്കിലും ബാത്താംപൊടിയിൽ കയറി നോക്കാം. ബാത്താംപൊടിയിലും കയറാം, മാക്സിലും കയറണം. മാക്സിൽ കയറി ഒരു ടീഷർട്ട് എടുക്കണം. ബാത്താംപൊടി പോയിട്ട് അത് ഓഫർ ഉണ്ടെങ്കിൽ ഒരു ബോഡി മിസ്റ്റും വാങ്ങിക്കണം. എന്നാലും ഞാൻ ആദ്യം പോയി ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് സ്വന്തമായിട്ട് എടുക്കാം. എന്തിനു പറയുന്ന പോലെ കാര്യം പിടിക്കുന്നത്, സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഗൈസ് പടം തുടങ്ങാൻ കുറച്ച് സമയമുണ്ട്. അതുകാരണം ഞാൻ 3 ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. 3 ടീഷർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൊള്ളാം, ഇതും കൊള്ളാം, ഈ റെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് 3 ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ. വരാം എങ്ങനെ നോക്കട്ടെ. ഇതെങ്ങനെയുണ്ട്? നൈസായിട്ടല്ലേ? ഒരു പിങ്കും വൈറ്റ് ഇതൊക്കെ വരുന്നത് ലാർജാണ്. റിലാക്സ്ഡ് ഫിറ്റുമാണ്, നൈസാണ് തോന്നുന്നു. എങ്ങനെയാണ്? വയറുള്ളവരും ഇപ്പോൾ റിലാക്സ്ഡ് ഫിറ്റായി കൂടുതൽ എടുക്കാറ്. ഇതെങ്ങനെയുണ്ട്? ഈ റെഡും നന്നായിട്ട് ചേരുന്നില്ലേ? റെഡ് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ഈ റെഡും എടുക്കാം, ഇതും എടുക്കാം, പിങ്ക് എടുക്കാം. ഇത് അത്ര പോരാ, ഓവർ സൈസാണ്. ബാക്കിൽ ഗ്രാഫിക്സ് അപ്പം പോരാ. അപ്പം ഇത് രണ്ടും ഫിക്സ്. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് അങ്ങനെ അധികം എനിക്ക് റിപ്ലൈ വന്നിട്ട് വന്നില്ല. ഉള്ളതൊക്കെ ദൂരത്തുള്ളവരൊക്കെ റിപ്ലൈ വന്നു, കൊല്ലത്തുള്ളവരൊക്കെ റിപ്ലൈ വന്നിരിക്കുന്നത്. തിരിച്ച് ഞാൻ ഇവിടെ കഴിച്ചു. ഞാൻ കഴിഞ്ഞ ബംബ്ലോണി കഴിക്കാൻ പോയ വീഡിയോ കണ്ടതല്ലേ, അതിന് ഞാൻ അതുപോലെ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് ഒരാൾ വന്നതാണ്. നിങ്ങളും സ്റ്റോറിക്ക് റിപ്ലൈ ഞാൻ കൊണ്ടുപോകാമെന്നേ, നിങ്ങൾ പറയാത്തതുകൊണ്ടല്ലേ? ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുപോകാം. അതുകൊണ്ട് ഞാൻ സ്റ്റോറി ഇടുന്നത്. ഇല്ലാത്ത കാര്യം നമ്മൾ സ്റ്റോറി ഇടുമോ? ചുമ്മാ സ്റ്റോറി ഇടത്തില്ല. സോ നെക്സ്റ്റ് ടൈം എങ്കിലും നിങ്ങളുടെ അവസരം നിങ്ങൾ യൂസ് ചെയ്യും. ഇതുപോലെ എൻ്റെ കൂടെ വരുവാന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ സിനിമയ്ക്ക് പോകാം. എന്നോട് അതൊക്കെ ഒരു വൈബാണ്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊക്കെ എടുക്കും. പക്ഷേ ഇത് ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ ഭയങ്കര ഒക്കോട്ട് ഫീലാണ്. അതുകൊണ്ടാണ് ഒരാളെ കൂട്ടിന് വിളിക്കുന്നത്. ഫ്രണ്ട്സാരും ഇല്ലാഞ്ഞിട്ടല്ല, അവന്മാരൊക്കെ ഓരോ വർക്കിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് 1-2 കുറച്ച് പേരോടും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്ന പെണ്ണ് കേസ് കാണുന്നത്. പെണ്ണ് കേസ് നിഖില വിമലിൻ്റെയൊക്കെ പടം എന്താകുമെന്ന് എനിക്കറിയത്തില്ല. പേരിന് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി, അങ്ങനെ കയറിയതാണ്. നോക്കാം എന്തായാലും. നമ്മളങ്ങനെ നോക്കാറില്ലല്ലോ. പോയി കാണാൻ തോന്നി കാണുക, അത്രയേ ഉള്ളൂ. ഇതെല്ലാം 8:15 അവിടെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ കയറിയിട്ട് കണ്ടിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, ഞാൻ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. എനിക്ക് നല്ല വിശപ്പാണ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. പടം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഞാനിപ്പം ഒരാളോട് വിളിച്ച് പറഞ്ഞ് പടം എങ്ങനെയാണെന്ന് എന്തെങ്കിലും ഒരാൾ വിളിച്ചപ്പോഴാണ് നല്ല പടമാണെന്ന് പുള്ളി പറയുന്നത്. അവിടെ ഇതിനൊക്കെ കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞല്ലോ. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഞാൻ കണ്ടതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളും ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലെത്തി. ഗൈസ്, പടം എന്ന് പറയുമ്പോഴത്തേക്കും പെണ്ണ് കേസ്. അതായത് പെണ്ണ് കേസിൻ്റെ ആ ഒരു നിങ്ങൾ ട്രെയിലർ കണ്ട പോലെ പെണ്ണ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോണറിലൂടെ പടം പോകുന്നത്. നിഖിലാവിനാണ് അതിനകത്ത് നായിക എന്ന് പറയുന്നത്. പിന്നെ കുറേ കോമഡി ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ എനിക്ക് അത്രയും നന്നായിട്ട് പറയുന്നത് നമ്മുടെ ബമ്പർശ്ശേരി എന്ന് പറയുന്ന അരുൺ നടരാജുണ്ട്. പിന്നെ ശങ്കരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ശങ്കരിയല്ല, ചിലങ്കാകൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ജ്യോതിഷത്തിൻ്റെ മറ്റേ പുള്ളിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്ത്. എനിക്ക് ഫെമിലിയറല്ല, ഞാൻ പുള്ളിയുണ്ട്. അത് അരുണൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, നമ്മളോട് പരിചയമുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഓരോ സിനിമയിൽ വരാൻ നമുക്ക് ഭയങ്കര ഒരു മൊമെൻ്റ് അല്ല. അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, സിനിമയിലൊക്കെ പോകാൻ പറയുന്ന ആൾക്കാരെ കഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫീലാണത്. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടം ജസ്റ്റ് പറയുന്നത് പ്യുവർ എൻ്റർടൈൻമെൻറ്റ് പടം. അല്ലാതെ അതിനകത്ത് വലിയ
സിനിമയുടെ ഇതൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ നിങ്ങൾ പോയി കാണരുത്. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പടമാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ചിരിക്കാനുണ്ട്, കുറേ പഴയ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ചിരിക്കാൻ, അതായത് നമ്മൾ എൻ്റർടൈൻ ആകാൻ വേണ്ടിയിട്ടാണല്ലോ പടത്തിന് പോകുന്നത്. അപ്പോൾ ആ പടത്തിന് പോകുന്നത് ആ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% അതൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ജോണിൽ പോകുന്ന പടമാണ്. അല്ലാണ്ട് ഇതിനകത്ത് വലിയ പടത്തിൻ്റെ രീതിക്ക് നോക്കുന്ന ഒരു കാര്യമില്ല. അയ്യോ, ഞാൻ ചിരിച്ചു കേട്ടോ. ഞാൻ റിട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു, ആസ്വദിച്ചു പടം. ഈ ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അതൊക്കെ ഭയങ്കര ഈ സിനിമാപരമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് അതിന് ഭയങ്കര കുറ്റം പറഞ്ഞത്. ഒരു ഫാമിലി ആയിട്ടും വീട്ടുകായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. ജസ്റ്റ് പ്യുവർ എൻ്റർടൈൻമെൻറ്റ്, അത്രയും നോക്കിയാൽ മതി. എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് അതിനകത്തുള്ളത്. വേറെ അതിനകത്ത് കഥയെ ലോജിക്കോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് പോകുന്ന പടമാണ്. നിങ്ങൾ പോയി കാണുക. കൊള്ളാം, നല്ല പടമാണ്. സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പടത്തിൻ്റെ വലിയ വാഗ്ദാതിയോ പരുമായിട്ടോ അവിടുത്തെ ലോജിക്കോ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ പടം സിനിമ കാണുക, എൻ്റർടൈൻമെൻ്റ് ആകുക. ആ കുറേ സമയം നമ്മൾ ചിരിക്കുക, സന്തോഷിക്കുക എന്നുള്ളതിനുപരി എനിക്കത് 100% സാറ്റിസ്ഫാക്ഷനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പോയി നോക്കുക. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം. ചിലപ്പോൾ എൻ്റേതായിരിക്കത്തില്ല, വേറൊരാളുടേത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ എങ്ങനെയാണോ പടം കാണുന്നത് ആ രീതിക്ക് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. എനിക്കിഷ്ടമായി, കൊള്ളാം, നല്ലതാണ്, കൊള്ളാം എന്തായാലും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.